എലിസബത്ത് സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ചപ്പാത്തിയാണ്. ചപ്പാത്തി നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മത്തങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ ധാരാളം ഗുണങ്ങളുള്ളതാണ് മത്തങ്ങയ്ക്ക്. മിക്ക അസുഖങ്ങൾക്കും ഈ മത്തങ്ങ നല്ലതാണ്. അതുപോലെ കുട്ടികൾക്കാണേലും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചപ്പാത്തി കൊടുക്കുമ്പം നമുക്ക് ഇതുപോലെ മത്തങ്ങയൊക്കെ ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ അത് കുറച്ചും കൂടെ ഗുണമുണ്ടായിരിക്കും. അതുപോലെ വലിയവർക്കും എല്ലാം അതെ. ഇതിന് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടാക്കുക വെറുതെ അതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിടാം, പാകത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞ് നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇതിൽ പാടില്ല. അതുപോലെ വേണം ഉടച്ചെടുക്കാനായിട്ട്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേവിച്ച് നമ്മൾ ഉടച്ച മത്തങ്ങ 1/2 കപ്പുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പാകത്തിന് ഉപ്പ്, എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ചൂടുവെള്ളം, കുറച്ച് ഓയിൽ വേണം. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിലൊന്ന് ബ്രഷ് ചെയ്യാനായിട്ട് ഓയിലോ ബട്ടറോ എന്തെങ്കിലും അതും കുറച്ച് വേണം. ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് നമ്മുടെ ഒരു കണക്കുണ്ടല്ലോ, അതിന് അനുസരിച്ച് നമ്മൾ ചേർക്കുക. ഞാൻ ഏകദേശം 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കറിയില്ലാണ്ടൊക്കെ കഴിക്കുന്ന, അപ്പോൾ പാകത്തിന് ഉപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മത്തങ്ങ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടു, അതനുസരിച്ച് വേണം ഇടാൻ. പിന്നെ എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇതിലിട്ടത്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. മത്തങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുഴയ്ക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നില്ലേ, ആ ഒരു ഭാഗത്തിന് കുഴയ്ക്കുക. ഒത്തിരി ഡ്രൈ ആവണ്ട, ഒരു പൊടിക്ക് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ വേണം ഇത് കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്ത് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഒട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ കുഴയ്ക്കുക. കുഴച്ചിട്ടൊരു മിനിമം ഒരു 20 മിനിറ്റെങ്കിലും ഇത് വയ്ക്കുക. 20 മിനിറ്റ് കൂടിയാൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാലും ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. ഇനി ഇത് ഒരു 20 മിനിറ്റ് മൂടി വയ്ക്കാം. മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കാം. സാധാരണ ചപ്പാത്തി നമ്മൾ പരത്തില്ലേ, അതുപോലെ തന്നെ ഞാനിത് ഒത്തിരി വലിപ്പത്തിന് അങ്ങനെ എടുക്കുന്നില്ല, ചെറിയ സൈസിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കുക, ഒന്ന് കുഴച്ചെടുക്കുക. കാരണം മല്ലിയില എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഇതെല്ലാം ചെറിയ ബോൾസാക്കി വയ്ക്കാം. അതിനുശേഷം ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ എല്ലാം അങ്ങ് പരത്തി വെച്ചിട്ടാട്ടോ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ ചെയ്യുന്നത് ഓരോന്ന് പരത്തും അപ്പം തന്നെ അങ്ങ് ചുടും, അങ്ങനെയാണ്. ഇതിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം പരത്തി വയ്ക്കുകയാണ്. അതിന് ശേഷമാണ് എല്ലാം ചുട്ടെടുക്കാൻ പോകുന്നത്. ഇത് പരത്താനായിട്ട് നമുക്ക് കുറച്ച് മൈദ ആവശ്യമുണ്ട് കേട്ടോ. മൈദ ഇട്ട് വേണം നമ്മളെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കുറച്ചധികം, ഇനി ഒട്ടൽ വന്നാലും കുറച്ചധികം മൈദ അങ്ങോട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഇത് ഒട്ടും കരിഞ്ഞു പിടിക്കത്തില്ല മൈദയാകുമ്പോൾ. പക്ഷെ നമ്മൾ വീണ്ടും ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഇത് ഇങ്ങനെ പരത്തുന്നതെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഗോതമ്പ് പൊടി ഇടരുത്, മൈദ തന്നെ ചേർക്കുക. അപ്പോൾ കുറച്ചധികം വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചപ്പാത്തി മുഴുവനും പരത്തുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇടയ്ക്ക് 2-3 എണ്ണമൊക്കെ കാണിച്ചു തരാം.
ഈ മൈദയൊക്കെ ചേർത്ത് പരത്തുമ്പോഴത്തേക്കും നല്ല ഈസിയാണ്. പെട്ടെന്ന് തന്നെ അങ്ങ് നമ്മൾ പരത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാത്രം നല്ല ചൂടായിട്ടിരിക്കണം. അതുപോലെ മീഡിയത്തിനും ഹൈയിലും ഇടയിൽ വേണം എപ്പോഴും ഫ്ലെയിം വെക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ചപ്പാത്തി ഉണ്ടാക്കരുത്, അപ്പോൾ അത് ഹാർഡായിപ്പോവും. ഇപ്പോൾ ചപ്പാത്തി നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് ഇടുക, ചെറുതായിട്ട് ഒരു വാട്ടം വരുമ്പോൾ തന്നെ അപ്പം തന്നെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡിൽ നമ്മൾ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് കുറച്ച് മതി, ഒരു ബ്രഷിൽ ചെറുതായിട്ടൊന്ന് മുക്കിയിട്ടൊന്ന് എല്ലായിടത്തോടെയും തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ കുമ്പളകളൊക്കെ അതിൽ വരും. അപ്പോൾ അടിവശം വെന്തു എന്നാണ് അർത്ഥം. ഉടനെ തന്നെ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡിലും ചെറുതായിട്ട് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടിവശവും വേവും. വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ഒത്തിരി ഇങ്ങനെ മറിച്ചും തിരിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പോഴാണ് ഇത് ഹാർഡായി പോകുന്നത്. ഇപ്പോൾ ഈ ചപ്പാത്തി ഇങ്ങനെ ഈ പപ്പടം പൊങ്ങി വരുന്ന പോലെയൊന്നും ഇങ്ങനെ പൊങ്ങി വരണം എന്നൊന്നുമില്ല, അല്ലെങ്കിലും ഇതിന് നല്ല മയം ഉണ്ടാവും. അത് നമ്മളെ ചുട്ടെടുക്കുന്ന രീതി പോലെ ഇരിക്കും. ഇപ്പം ഞാൻ അടുത്ത ചപ്പാത്തി ചുടുകയാണ്. അത് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിടുകയാണ്. മറിച്ചിടുക, ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ എണ്ണയൊന്നും തൂക്കണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കറിയൊന്നും കൂട്ടാതെ തന്നെ കഴിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ചൊരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബട്ടർ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുന്നത്. ഓയിലിനേൽ എപ്പോഴും നല്ലത് ബട്ടർ തന്നെയായിരിക്കും കേട്ടോ. അപ്പം ചപ്പാത്തി എങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ എല്ലാ ചപ്പാത്തിയൊന്നും ചുട്ടെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇനി ലാസ്റ്റ് ഭാഗം മാത്രം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഏകദേശം എൻ്റെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചപ്പാത്തി എനിക്ക് കിട്ടി. ഇതിനിടയ്ക്ക് ഞാൻ ചൂടോടെ 2 ചപ്പാത്തി കഴിച്ചു. കാരണം നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. വെറുതെ അങ്ങ് കഴിക്കാൻ നല്ല രുചി തോന്നി. ഇപ്പോൾ 2 എണ്ണം ഞാൻ കഴിച്ചു. ബാക്കിയുള്ള കേട്ടോ ഇത്രയും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കണം. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. കേട്ടല്ലേ എന്ത് സോഫ്റ്റാന്ന് നോക്ക്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നമ്മൾ ഈ പൊട്ടറ്റോയൊക്കെ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കില്ലേ, അതിനെല്ലാം ടേസ്റ്റാണ് ഈ മത്തങ്ങ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.